ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഈത്തപ്പഴം കുരു കളഞ്ഞെടുത്തതാണ് കേട്ടോ. കൂടാതെ 100 ഗ്രാം പിസ്തയും 100 ഗ്രാം അണ്ടിപ്പരിപ്പുമാണ് എടുത്തത്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല. ഇതുപോലെ ഒരു ഇടികല്ല് വെച്ചിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു പാനിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. നല്ല സ്മെല്ല് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. നിങ്ങളടുത്ത് വേറെ ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സീഡൊക്കെ, ഇപ്പോൾ ഒരുപാട് സീഡൊക്കെ അവൈലബിൾ ആണ്. അത് ഏതായാലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. റോസ്റ്റ് ആയതിനു ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അതേ സമയത്തിൽ ഈത്തപ്പഴവും ഞാൻ മിക്സി ജാറിൽ ഒന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു ബോളാക്കി എടുക്കുക. അതുകൂടാതെ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരവിയത് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അതിനുശേഷം ഈ തേങ്ങയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം ഈത്തപ്പഴത്തിനൊക്കെ കുറച്ച് ഒട്ടുന്ന മാതിരി ഉണ്ടാവും. അപ്പം ഈ തേങ്ങയിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കുമ്പം നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേറെ ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഞാൻ പിന്നെ ഹെൽത്തി ലഡു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതേമാതിരി ഉരുട്ടിയെടുത്തത്. പിന്നെ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടത്തിനകത്ത് ഇതേപോലെയൊക്കെ സെർവ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. ഈ ഒരു ലഡു ഡെയിലിയും ഒരു ദിവസം ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഗുണങ്ങളും ഒരു പരിധി വരെ നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നന്ദി, നമസ്കാരം.